അപ്പോഴേ ഇന്ന് ഞാനൊരു കോഴിക്കട്ടയാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കോഴിക്കട്ടയാണ് കേട്ടോ. അപ്പോൾ അത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കോഴിക്കട്ട. അത് ഇച്ചിരി ശർക്കരയും തേങ്ങയും ജീരകവും ഏലക്കായൊക്കെ ചേർത്തും കൂടെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്ന കടവ് എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിൻ്റെ അരിപ്പൊടിയാണ്. പത്തിരി, ഇടിയപ്പം, അതുപോലെ അപ്പം അതുപോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അരിപ്പൊടിയാണ് ഈ കടവിൻ്റെ അരിപ്പൊടി. ഞാൻ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത്. അപ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണിത് അരിപ്പൊടി. നല്ല അരിപ്പൊടിയാണ്. ഇതിൻ്റെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കോഴിക്കട്ട തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ കടവിൻ്റെ അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു കോഴിക്കട്ട തയ്യാറാക്കാം. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ഉണ്ട ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ജീരകം വേണം. ഒരു 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ അരിപ്പൊടി ഒന്ന് അളന്നിട്ട് പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാനിതേ ഈ കപ്പിനുണ്ടല്ലോ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ കപ്പിന് ഞാനൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചാണ് തിളപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് ചുക്കും ഏലക്കായും ജീരകവും കൂടെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ടും കൂടെ വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുവാണേ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ആ ഒരു ഉണ്ട ശർക്കര ഇതേപോലെ ചീകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മെൽറ്റാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ 3 കപ്പ് വെള്ളം ഇതേപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തിളപ്പിക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റൗ ഞാൻ വളരെ സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണേ. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് വെക്കണം കേട്ടോ. ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ടേ നമുക്കിത് കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് പൊടിയൊന്ന് ഇളക്കുവാണേ. 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഒട്ടും തന്നെ ലൂസായിട്ടൊന്നും ഇരിപ്പില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ കണക്ക്. അപ്പം നമുക്കിതൊന്ന് ഇച്ചിരി നേരം തണുക്കാനായിട്ടൊന്ന് ഈ പൊടിയൊന്ന് മാറ്റി വെക്കാം കേട്ടോ. പൊടി തന്നെ ഇപ്പം തന്നെ നന്നായിട്ട് പൊടി വെന്തിട്ടുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടതുകൊണ്ട് തന്നെ പൊടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇച്ചിരി നേരം ഒന്ന് മാറ്റി വെച്ചേക്കാം കേട്ടോ. ഇവിടെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഒഴിക്കുവാണേ, അരിച്ചൊഴിക്കുവാണേ. നമുക്ക് ഇതൊന്ന് ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് വിളയിച്ചെടുക്കണം. അപ്പോൾ അതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടാണ് കേട്ടോ. ഒരു അരിപ്പ വഴി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കര നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുവാണേ. ഒരു മുറി തേങ്ങയാണ്, അതിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ചുക്കും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കി വിളയിച്ചെടുക്കാം കേട്ടോ. ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് കുറുകി ഒന്ന് സെറ്റായിട്ട് വരണം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, പൊടിയൊക്കെ ഞാൻ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇത്രയും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ കുറച്ച് ഭാഗം, ഇത്രയും ഭാഗം അങ്ങ് എടുത്ത് മാറ്റി വെക്കുവാണേ. എന്താണെന്ന് വെച്ചാൽ നാളെ പത്തിരി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇത്രയും പൊടി അങ്ങ് മാറ്റി വെക്കുക. അപ്പോൾ ഈ പൊടി നമുക്കിനി ഉരുട്ടി ബോളാക്കി എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ശർക്കര പാനി വെച്ച് കൊടുത്തിട്ടുണ്ട്, ശർക്കര വരട്ടിയത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം.
അപ്പോൾ ഇങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കോഴിക്കട്ട എല്ലാം ഇതേപോലെ ഞാൻ ഉരുട്ടി അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 12 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു 10. അപ്പോൾ നമ്മുടെ കോഴിക്കട്ട വെന്തോന്ന് നോക്കാം. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടുന്നൊന്നുമില്ല കേട്ടോ, അതേപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തില്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ, നോമ്പ് നോക്കുന്ന ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് 40-ാം വെള്ളി കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ച. കോഴിക്കട്ട ശനിയാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. എനിക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഞങ്ങൾ നോമ്പ് നോക്കത്തില്ല കേട്ടോ. പിന്നെ ഞാനൊന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഇത് ചെയ്തതാണ്. അടിപൊളി കോഴിക്കട്ടയായിട്ടുണ്ട്. അപ്പം ഇത് കോഴിക്കട്ട ശനിയാഴ്ച ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ പരമാവധി ആൾക്കാരൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആണ് ഇത്, എൻ്റെ പുതിയ ചാനലിൽ ഇടുന്ന വീഡിയോ ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.